ടീച്ചേഴ്സ്, എല്ലാവർക്കും സെല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയിലെ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, നാഡീവ്യവസ്ഥ. നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഒട്ടും ഒഴിവാക്കേണ്ടാത്ത മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോയിന്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും പഠിക്കുക. ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോയാൽ നമുക്ക് ഇനി അതിനായിട്ട് വേറെ ടൈം കളയേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കണേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ പഠിച്ച് മറന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. കാരണം ഇനി നമുക്കധികം സമയമില്ല. ഫെബ്രുവരി 21-22 ആയിട്ടാണ് നമുക്ക് എക്സാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ടോപ്പിക്കൊക്കെ കവർ ചെയ്യണം, പഠിക്കും വേണം അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നാഡീവ്യവസ്ഥ എന്നുള്ള ടോപ്പിക്ക് പഠിക്കാം. നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം എന്തിനാണ്, ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം നോക്കാം. നമ്മുടെ ശരീരത്തിന് അകത്തു നിന്നും പുറത്തുമായിട്ട് ഒരുപാട് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് അവയെ പ്രോസസ് ചെയ്യുന്നു. നാഡികള് ഇത്തരം ഉദ്ദീപനങ്ങളെ ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നിന്നാവാം അല്ലെങ്കിൽ പുറത്തു നിന്നാവാം. ഇത്തരം ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് അവയെ പ്രോസസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ട് അനുയോജ്യമായിട്ട് ശരീരത്തെ പ്രതികരിക്കാനായിട്ട് സഹായിക്കുന്നു. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ശരീരത്തെ പ്രതികരിക്കാൻ സഹായിക്കുകയാണ് നാഡീവ്യവസ്ഥ ചെയ്യുന്നത്. നാഡീവ്യവസ്ഥ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ ഇവ മൂന്നും കൂടി ചേർന്നാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. മസ്തിഷ്കമുണ്ട്, സുഷുമ്ന ഉണ്ട്, നാഡികളുണ്ട്. ഇവ മൂന്നും കൂടി ചേർന്നാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി രണ്ടു തരം നാഡീവ്യവസ്ഥകളുണ്ട്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് മസ്തിഷ്കവും സുഷുമ്നയും മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ടോട്ടൽ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, അതുപോലെ നേഴ്സ് നാഡികളും കൂടി ചേർന്നാണ് മൊത്തത്തിലുള്ള നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇനി ആ നാഡീവ്യവസ്ഥയെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ, പിന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇതില് കേന്ദ്ര നാഡീവ്യവസ്ഥയില് മസ്തിഷ്കവും സുഷുമ്നയുമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പെരിഫറൽ നാഡീവ്യവസ്ഥ രണ്ടാമത്തെ കാറ്റഗറിയാണ്. പെരിഫറൽ നാഡീവ്യവസ്ഥയെ തന്നെയാണ് നമ്മൾ ബാഹ്യ നാഡീവ്യവസ്ഥ എന്നും കൂടി അറിയപ്പെടുക. ബാഹ്യ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥ പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. അതില് നാഡികളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നാഡികൾ തന്നെ രണ്ടു തരത്തിലുള്ളതുണ്ട്. ശിരോനാഡികളുണ്ട്, സുഷുമ്ന നാഡികളും ഉണ്ട്. രണ്ടു തരത്തിലുള്ള നാഡികള്, ശിരോനാഡികളുണ്ട്, സുഷുമ്ന നാഡികളും ഉണ്ട്. ഇതില് ശിരോനാഡികളുടെ എണ്ണവും സുഷുമ്ന നാഡികളുടെ എണ്ണവും നമ്മൾ ഓർത്തിരിക്കണം. ശിരോനാഡികള് 12 ജോഡികളും സുഷുമ്ന നാഡികള് 31 ജോഡികളുമാണ് ഉള്ളത്. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് മസ്തിഷ്കവും സുഷുമ്നയാണ്. അതുപോലെ പെരിഫറൽ നാഡീവ്യവസ്ഥയില് നാഡികളുടെ 2 കൂട്ടം നാഡികളാണുള്ളത്. അതില് ശിരോനാഡികളുണ്ട്. അവ 12 ജോഡി ശിരോനാഡികളും അതുപോലെ 31 ജോഡി സുഷുമ്ന നാഡികളുമാണുള്ളത്. ടോട്ടൽ പെരിഫറൽ നാഡീവ്യവസ്ഥയില് ടോട്ടലായിട്ട് 43 ജോഡി നാഡികളാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ എണ്ണം ശിരോനാഡികൾ 12, സുഷുമ്ന നാഡികള് 31 ജോഡി. അത് ഓർത്ത് വെക്കണം എണ്ണം. അത് പെരിഫറൽ നാഡീവ്യവസ്ഥയിലുള്ളതാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥ പറയുമ്പോൾ മസ്തിഷ്കവും സുഷുമ്നയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണുകളാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനം നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണുകളാണ്. ഈ ന്യൂറോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ കോശം, ഏറ്റവും ചെറിയ കോശം മനുഷ്യ ശരീരത്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം, ഏറ്റവും ലെങ്ത് കൂടിയ കോശമാണ് ഈ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. ഇനി നാഡീകോശത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവ നമ്മൾ ഉണ്ടാവുമ്പോൾ എത്ര എണ്ണുണ്ടോ അതിന്ന് പുതിയത് ഉണ്ടാവില്ല. നമുക്കറിയാം സാധാ കോശങ്ങളൊക്കെ എന്താണ്,
പുതിയത് ഉണ്ടാവും. കോശവിഭജനം വഴി പുതിയ കോശങ്ങൾ ഉണ്ടാവും. പക്ഷെ നാഡീകോശങ്ങൾ അങ്ങനെയല്ല. അതിന് ലൈഫ് സ്പാന് കൂടുതലായിരിക്കും. ദീർഘകാലം ജീവിച്ചിരിക്കാൻ പറ്റും. പക്ഷെ നശിച്ചു കഴിഞ്ഞാൽ അത് പുതുതായി ഉണ്ടാവില്ല. അപ്പോൾ നാഡീകോശങ്ങൾ എന്ന് പറയുന്നതാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനം നാഡീകോശങ്ങളാണ്. ഈ നാഡീകോശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ഉണ്ടാവില്ല. അതുപോലെ അതിനെന്താണ്, ആയുസ് കൂടുതലായിരിക്കും. ആയുസ് കൂടുതലായിരിക്കും ഈ നാഡീകോശങ്ങൾക്ക്. പിന്നെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശങ്ങളാണ് ഈ നാഡീകോശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാഡീകോശത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാണ്ടല്ലോ. ഇതാണ് നാഡീകോശത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോ പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാർട്ടുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതുപോലെ അവയുടെ ഫങ്ഷൻസും എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണാല്ലേ ടീച്ചേഴ്സ്, എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഞാൻ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത് ഡെൻഡ്രൈറ്റ്സ് എന്ന് കാണാം. എന്താണ്, കയ്യുകൾ പോലെയൊക്കെ ഉള്ളത് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സ് കൂടി ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണാല്ലേ, ഈ ഏറ്റവും അറ്റത്തുള്ളതാണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സ് കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് ഡെൻഡ്രോൺസ്. ഡെൻഡ്രൈറ്റ്സ് കൂടി ചേർന്ന് ഉണ്ടാവുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഡെൻഡ്രോൺസ് എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞ ഒരു സെൽ ബോഡി കാണാം. സെൽ ബോഡി അല്ലെങ്കിൽ സോമ കാണാം. ആ സോമയിൽ എന്തുണ്ട്, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. ഈ ഒരു ഭാഗമാണ് കോശദ്രവ്യം. കോശദ്രവ്യമുണ്ട്. ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും കോശദ്രവ്യമുണ്ട്. ഈ കോശദ്രവ്യവും ഈ ന്യൂക്ലിയസും കൂടി ചേരുന്ന ഈ രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഭാഗമാണ് സെൽ ബോഡി അല്ലെങ്കിൽ സോമ എന്ന് പറയുന്നത്. അതിന് കോശസ്തരമൊക്കെ ഉണ്ട്. ഇനി ആ കോശസ്തരത്ത് നിന്ന് ഉണ്ടാവുന്ന കുഞ്ഞു കയ്യുകൾ പോലെയുള്ള ഈ ഒരു ഭാഗമാണ് ഡെൻഡ്രോൺസ് എന്ന് പറയുന്നത്. ഡെൻഡ്രോൺസ് വീണ്ടും സ്പ്ലിറ്റായി ഉണ്ടാകുന്ന ഈ ഒരു ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സെൽ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന വലിയൊരു പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൽ ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു വലിയൊരു പാർട്ടിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുക. സെൽ ബോഡി അല്ലെങ്കിൽ സോമയിൽ നിന്നുണ്ടാകുന്ന വലിയൊരു എക്സ്റ്റൻഷനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുക. ഈ ആക്സോണിന് ചുറ്റും നിങ്ങൾക്ക് കണ്ടോ ഒരു ചതുരക്കട്ട പോലെ കാണാല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, ഈ ആക്സോണിനെ പൊതിയുന്ന ഒരു ആവരണമാണ്. ഈ യെല്ലോ കളറിൽ കാണാനുള്ളത് ആക്സോണിനെ പൊതിയുന്ന ഒരു ആവരണമാണ്. അതിനെയാണ് നമ്മൾ മൈലിൻ ഷെത്ത് എന്ന് പറയാം. മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ മൈലിൻ ഷെത്ത് എന്ന് പറയുന്നത് ആക്സോണിനെ പൊതിയുന്ന ഒരു ആവരണമാണ്. ആ ആവരണം എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാണ്ട് നമുക്ക് നോക്കാം. ഇനി ഈ ആക്സോൺ തന്നെ വീണ്ടും എന്താണ് എത്തുമ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആക്സോൺ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതാണ് ആക്സോണൈറ്റ്സ്. ആക്സോൺ സ്പ്ലിറ്റ് ആയിട്ടുള്ളതാണ് ആക്സോണൈറ്റ്സ്. ഇനി അതിന്റെ ആക്സോണൈറ്റ്സിന്റെ ഈ ടെർമിനൽസ് നമുക്കൊരു നോബ് പോലെ അല്ലെങ്കിൽ ഒരു ഉണ്ട പോലെ കാണാണ്ട്, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് ഇതെന്താന്നൊക്കെ നമുക്ക് ഓരോ ലൈനിൽ പഠിക്കാണ്ട്. എന്താണ് ഡെൻഡ്രോൺ, എന്താണ് ഡെൻഡ്രൈറ്റ്സ്, അതുപോലെ ആക്സോൺസ് എന്താണ്, മൈലിൻ ഷെത്ത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ആക്സോണൈറ്റ്സ്, സിനാപ്റ്റിക് നോബ്, ഇതിനൊക്കെ നമുക്ക് ഒരു ലൈനിൽ എന്താണെന്നുള്ളതെന്ന് പഠിക്കാം. അപ്പോൾ ഒരു നാഡീകോശത്തിന്റെ പാർട്സ് ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ്സ് കൂടി ചേരുന്ന ഡെൻഡ്രോൺസ്. ഈ ഡെൻഡ്രൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് സെൽ ബോഡി അല്ലെങ്കിൽ സോമയിൽ നിന്നാണ്. ആ സെൽ ബോഡിയിൽ കോശദ്രവ്യമുണ്ട്, അതുപോലെ എന്തുണ്ട്, ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്ന് ഉള്ള വലിയ എക്സ്റ്റൻഷൻ ആണ് ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോണിനെ ചുറ്റിയിട്ട് ഒരു ആവരണം ഉണ്ട്, അതാണ് മൈലിൻ ഷെത്ത്. ഇനി ആക്സോൺസ് കുറച്ച് എത്തിക്കഴിയുമ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ആവും. അതാണ് ആ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് ഭാഗമാണ് ആക്സോണൈറ്റ്സ്. എന്നിട്ട് ആ ആക്സോണൈറ്റ്സിന്റെ എൻഡ് പോർഷൻ അല്ലെങ്കിൽ ഒരു നോബ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്.
ഈ ആക്സോൺ ടെർമിനൽസിൽ ആണ് നമുക്ക് സിനാപ്റ്റിക് നോബ് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യം ഡെൻഡ്രൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ഉദ്ദീപനങ്ങൾ പിടിച്ചെടുക്കുന്നു. അതായത് സ്റ്റിമുലസ്, നമ്മൾ പറഞ്ഞു നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നാഡികളുടെ മൊത്തം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യം ആന്തരവുമായിട്ടുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തെ പ്രതികരിക്കാൻ സഹായിക്കലാണ്. അപ്പൊ ഈ ഉദ്ദീപനങ്ങളെ, പുറത്തു നിന്നുള്ള ഉദ്ദീപനങ്ങളെ പിടിച്ചെടുക്കുന്ന ആളാണ് ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ചെറിയ ഭാഗം നമ്മൾ പറഞ്ഞില്ലേ, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെൻഡ്രോൺ. രണ്ടാമത്തെയാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള, നാഡീകോശങ്ങളുടെ ശരീരത്തിൽ സെൽ ബോഡി അല്ലെങ്കിൽ സോമയിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയാ. ഈ ഡെൻഡ്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ടാവുന്നത്. ഡെൻഡ്രൈറ്റ്സ് ആണ് ഉദ്ദീപനങ്ങളെ പിടിച്ചെടുക്കുന്നത്. അപ്പൊ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സോൺസ്. ആക്സോൺസ് എന്ന് പറയുന്നത് എന്താണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. നീളം കുറഞ്ഞ തന്തു ഡെൻഡ്രോൺസും നീളം കൂടിയ തന്തു ആക്സോൺസ് ആണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺസ്. അപ്പൊ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളൊക്കെ ഈ നാഡീകോശത്തിലൂടെ ഇമ്പൾസിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ വൈദ്യുത ആവേഗം, ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ രൂപത്തിലാണ് ഇവ കടന്നു പോകുന്നത്. അപ്പൊ ഈ ആക്സോൺസ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്സ് പിടിച്ചെടുത്ത ആ ആവേഗങ്ങളെ, ഉദ്ദീപനങ്ങളെ പിടിച്ചെടുത്തു. ഉദ്ദീപനങ്ങൾ എന്തായി മാറി? വൈദ്യുത ആവേഗങ്ങളായിട്ട് മാറി. ഈ ഡെൻഡ്രൈറ്റ്സ് പിടിച്ചെടുത്ത ആ ഉദ്ദീപനങ്ങളെ ഈ ആക്സോൺസ് ആണ് നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശങ്ങളിലൂടെ കടത്തിവിടുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് ആക്സോണൈറ്റ്. ആക്സോൺസ് സ്പ്ലിറ്റ് ആയിട്ട് ഉണ്ടാകുന്ന, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ നീളം കൂടിയ ആ ഭാഗം സ്പ്ലിറ്റ് ആയിട്ട് എന്തായി മാറും? ആക്സോണൈറ്റ്സ് ആയി മാറും. നീളം കൂടിയ ഭാഗം ആണ് ആക്സോൺസ്. ആ ആക്സോൺസ് സ്പ്ലിറ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ആക്സോണൈറ്റ്സ്. ഇനി ഈ ആക്സോണൈറ്റ്സിന്റെ എൻഡ് ഭാഗം നമ്മൾ പറഞ്ഞു നോബ് പോലെ, ഒരു ഉണ്ട പോലെ കാണപ്പെടുന്ന ആ ഒരു ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ അറ്റാണ്. അപ്പൊ ആക്സോൺസ് സ്പ്ലിറ്റ് ആയിട്ട് ആക്സോണൈറ്റ്സ് ഉണ്ടാകുന്നു. ആ ആക്സോണൈറ്റ്സിന്റെ എൻഡ് ഭാഗം, ഉണ്ട പോലെ കാണപ്പെടുന്ന, നോബ് പോലെ കാണപ്പെടുന്ന ആ എൻഡ് ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ എന്താണ്? ആക്സോൺസ് ഈ ആവേഗങ്ങളെ കടത്തിവിട്ടു. ഈ ഒരു ന്യൂറോണിന്ന്, ഒരു നാഡീകോശത്ത് നിന്ന് തൊട്ടടുത്ത നാഡീകോശത്തേക്ക് ഈ ആവേഗങ്ങളെ കൈമാറലാണ്. ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ഈ ആവേഗങ്ങളെ കൈമാറലാണ് ആരുടെ ഫംഗ്ഷൻ? സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ. ആവേഗത്തെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറുന്നു. നാഡീയ പ്രേക്ഷകം സ്രവിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നാഡീയ പ്രേക്ഷകം, അതായത് ഈ രണ്ട് ന്യൂറോണുകൾ, ഒരു നാഡീകോശം, അത് കഴിഞ്ഞാൽ ഒരു നാഡീകോശത്തിന്റെ സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. അതിനോട് ചേർന്ന അടുത്ത നാഡീകോശത്തിന്റെ എന്തുണ്ടായിരിക്കും? ഡെൻഡ്രൈറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയാ. ആ സിനാപ്സിസിലുള്ള ഒരു ദ്രാവകമാണ് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനാപ്റ്റിക് നോബാണ് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളൈൻ, അതുപോലെ ഡോപ്പാമിൻ എന്നൊക്കെ പറയുന്നത്. അസറ്റൈൽ കോളിൻ, ഡോപ്പാമിൻ എന്ന് പറയുന്നത് രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പൊ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതാണ് സിനാപ്സിസ്. ആ സിനാപ്സിസിൽ ഒരു ദ്രാവകം ഉണ്ടായിരിക്കും. ഈ ഇമ്പൾസിനെ കടത്തിവിടണ്ടേ, അപ്പോൾ ദ്രാവകം ഉണ്ടായിരിക്കും. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകം. ഇത്തരം നാഡീയ പ്രേക്ഷകങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ആവേഗങ്ങളെ തൊട്ടടുത്ത നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിലേക്ക് കൈമാറുക എന്നതാണ് സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ. അപ്പൊ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീ പ്രേക്ഷകം, രണ്ട് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക: അസറ്റൈൽ കോളിൻ, ഡോപ്പാമിൻ. ഈ ഡോപ്പാമിൻ കേട്ടിട്ടുണ്ടാവും. ഡോപ്പാമിന്റെ കുറവ് മൂലം നമുക്ക് പാർക്കിൻസൺ ഡിസീസ് എന്നുള്ള അതൊക്കെ ഈ ഡോപ്പാമിൻ എന്നുള്ള ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് ഈ ഒരു ഉദ്ദീപനം ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ട്രാവൽ ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് ഡെൻഡ്രൈറ്റ് പിടിച്ചെടുക്കുന്നു. ഡെൻഡ്രൈറ്റ് പിടിച്ചെടുത്തിട്ട് അത് ഡെൻഡ്രോണിലേക്ക് കൈമാറുന്നു. ഡെൻഡ്രോണിന് അത് സെൽ ബോഡി അല്ലെങ്കിൽ സോമയിലേക്ക് എത്തുന്നു.
സോമയിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആ ആക്സോൺ വഴി ഈ ഉദ്ദീപനങ്ങൾ എന്തായി മാറി? വൈദ്യുത ആവേഗങ്ങളായി മാറി. അപ്പോൾ സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലേക്ക് ഈ ആവേഗങ്ങൾ എത്തുന്നു. ആക്സോണിൽ നിന്ന് പിന്നെ ആക്സോൺ സ്പ്ലിറ്റ് ആയ ആക്സണൈറ്റ്സിൽ എത്തുന്നു. ഈ ആക്സണൈറ്റ്സിന്റെ എൻഡ് പോർഷൻ ആണ് നമ്മളുടെ നോബ് രൂപത്തിൽ കാണുന്ന സിനാപ്റ്റിക് നോബ്. ആ സിനാപ്റ്റിക് നോബിന്ന് അത് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ ഇത് പാസ് ചെയ്ത് ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം പാസ് ചെയ്ത് പോകുന്നു. അതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഫിഗർ തന്നെ മനസ്സിൽ ഓർത്താൽ മതി. അപ്പൊ നമുക്ക് ന്യൂറോണിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ പാർട്സും കിട്ടും. അതിന്റെ എങ്ങനെയാണ് ആ ഫ്ലോ ചാർട്ട്, ആവേഗങ്ങൾ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിൽ പാർട്സുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പാർട്സ് മനസ്സിലായാൽ തന്നെ നമുക്ക് അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് പറഞ്ഞു, ഡെൻഡ്രോൺ പറഞ്ഞു, സെൽ ബോഡി അല്ലെങ്കിൽ സോമ പറഞ്ഞു, ആക്സോൺസ്, ആക്സണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ മൈലിൻ ഷെത്താണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തിനാണ് മൈലിൻ ഷെത്ത്, അതുപോലെ എന്താണ് അതിന്റെ ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, മൈലിൻ ഷെത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൈലിൻ ഷെത്ത് എന്ന് പറയുന്നത് ഒരു തരം കൊഴുപ്പാണ്, ഫാറ്റ് ആണ്. ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു കൊഴുപ്പാണ് മൈലിൻ ഷെത്ത് എന്ന് പറയുന്നത്. അത് വൈറ്റ് കളറിലാണ് കാണപ്പെടുക. വൈറ്റ് കളറിലാണ് ഈ കൊഴുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഷ്വാൻ കോശങ്ങൾ. ഷ്വാൻ കോശങ്ങൾ എന്നാണ് അതിന് പറയുക. ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ മൈലിൻ ഷെത്ത്. അപ്പൊ മൈലിൻ ഷെത്ത് എന്ന് പറയുന്നത് ആക്സോണിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണമാണ്. അത് വൈറ്റ് കളറിലാണ് ഉള്ളത്. അതുപോലെ ഷ്വാൻ സെൽസ് അല്ലെങ്കിൽ ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് ഈ മൈലിൻ ഷെത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ മൈലിൻ ഷെത്തിന്റെ ഫങ്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ആക്സോണിന് പോഷണം നൽകുന്നു. ഈ ആക്സോണിന് ചുറ്റുമല്ലേ നിൽക്കുന്നത്. ആക്സോണിനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ ഈ ആക്സോണിന് വേണ്ട പോഷണം നൽകുന്നു, അതോടൊപ്പം ഓക്സിജനും നൽകുന്നു. സെല്ലിന് എന്തായാലും എന്താണ് ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ ആക്സോണിനെ പൊതിഞ്ഞു നിൽക്കുന്നതിനെ കൊണ്ട് ആക്സോണിന് വേണ്ട പോഷണം അതുപോലെ ഓക്സിജൻ നൽകുന്നു. അതുപോലെ എന്താണ് നാഡീയ ആവേഗങ്ങളുടെ വേഗത. ഈ മൈലിൻ ഷെത്ത് എല്ലാ നാഡീകോശങ്ങളിലും ഈ മൈലിൻ ഷെത്ത് ഉണ്ടാവണമെന്നില്ല. കുറച്ച് വിഭാഗങ്ങൾക്ക് ഉണ്ടാവും, കുറച്ച് വിഭാഗങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ മൈലിൻ ഷെത്ത് ഉള്ള നാഡീകോശങ്ങളാണെങ്കിൽ അത് കൂടെ പാസ് ചെയ്യുന്ന ഇമ്പൾസിന് അല്ലെങ്കിൽ ആവേഗങ്ങൾക്ക് എന്തായിരിക്കും? വേഗത, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ ആവേഗങ്ങളുടെ സ്പീഡ് കൂട്ടുന്നു. ഈ മൈലിൻ ഷെത്ത് ഉള്ള ന്യൂറോണിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾക്ക് വേഗത കൂടുതലാണ്. അതെന്താണ്? ഈ മൈലിൻ ഷെത്തിന്റെ ഫംഗ്ഷൻ ആണ്. നാഡീയ ആവേഗങ്ങളുടെ വേഗത കൂട്ടുന്നു. അതുപോലെ ഒരു വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ വീട്ടിലേക്ക് വയറിങ്, അതിൻ്റെ ഉള്ളൊരു കോപ്പർ വയർ ഉണ്ടായിരിക്കും. അതിന് ചുറ്റും എന്താണ്? ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും അല്ലേ? റെഡ് കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ നമ്മൾ കാണില്ലേ? അതെന്താണ്? ഇതെന്താണ്? വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. എന്താ? ഷോർട്ട് സർക്യൂട്ടും അതൊന്നും വരാതിരിക്കാനാണ്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്? നമ്മുടെ ആക്സോൺ, ഇത് കൂടെ നമ്മൾ പറഞ്ഞു വൈദ്യുത ആവേഗങ്ങളാണ് ഇത് കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇവ തമ്മിൽ കൂട്ടിമുട്ടി അവിടെ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇതിന് എന്താണ്? ഇതിനെ കവർ ചെയ്തിട്ടല്ലേ, ആക്സോണിനെ കവർ ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ അതൊരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ പുറത്തേക്കൊന്നും എന്താണ്? ഈ വൈദ്യുത ആവേഗങ്ങൾ പുറത്തേക്കൊന്നും പോവില്ല, ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരു കവറിംഗ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ, ഈ ആക്സോണിനെ ബാഹ്യക്ഷതം, പുറത്തുനിന്നുള്ള പ്രഷറും അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കുക. മൈലിൻ ഷെത്തിന്റെ ഫങ്ഷൻസ്: ആക്സോണിന് പോഷണം, അതുപോലെ ഓക്സിജൻ നൽകുന്നു. പിന്നെ ആവേഗങ്ങളുടെ, ഈ ആക്സോണിൽ കൂടെ അല്ലെങ്കിൽ ന്യൂറോണിൽ കൂടെ പാസ് ചെയ്യുന്ന ആവേഗങ്ങളുടെ വേഗത കൂട്ടുന്നു. പിന്നെ ഒരു വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. അതുപോലെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ഈ ആക്സോൺസിനെ സംരക്ഷിക്കുന്നു. ഇനി മൈലിൻ ഷെത്ത് നമ്മൾ പറഞ്ഞു വൈറ്റ് കളറിലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്? എല്ലാ ന്യൂറോൺസിലും ഈ മൈലിൻ ഷെത്ത് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ മൈലിൻ ഷെത്ത് കാണപ്പെടുന്ന ന്യൂറോൺസ് ആണ് ഉള്ളതെങ്കിൽ അവയെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. ഒരു ഓർഗാനിലുള്ള ന്യൂറോൺസ് ഒക്കെ മൈലിൻ ഷെത്ത് ഉള്ളതാണെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ വൈറ്റ് കളറിലല്ലേ ഉള്ളത്, അപ്പൊ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. അതുപോലെ ന്യൂറോൺസ്, മൈലിൻ ഷെത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ആണ് കാണപ്പെടുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സിനാപ്റ്റിക് നോബ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ ഒരു ന്യൂറോൺ
എന്നിട്ട് തൊട്ടടുത്ത ന്യൂറോൺ, ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും, അങ്ങനെയല്ലേ ഉണ്ടാവുക, നല്ലല്ലേ ഇമ്പൾസ് പാസ് ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത്തരം ഗ്യാപ്പുകളെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയാം. രണ്ട് നാഡീകോശങ്ങൾ ചേരുന്നിടത്ത്, രണ്ട് നാഡീകോശങ്ങൾ ചേരുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ഇതിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത്തരം ഗ്യാപ്പുകളെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയാം. അവിടെയാണ് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള ദ്രാവകമൊക്കെ ഉള്ളത് ഈ സിനാപ്സിസിലാണ്. അപ്പോൾ രണ്ട് നാഡീകോശങ്ങൾ ചേരുന്നത്. പക്ഷെ രണ്ട് നാഡീകോശങ്ങൾ ചേരുന്ന ആ ഒരു ഗ്യാപ്പിനെ മാത്രമല്ല സിനാപ്സിസ് എന്ന് പറയാം. അവിടെ വേണമെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും ആവാം. ഒരു നാഡീകോശവും ഒരു പേശീകോശവും ചേരുന്നിടത്തുള്ള ഗ്യാപ്പിനെ നമുക്ക് സിനാപ്സിസ് എന്ന് പറയാം. അതുപോലെ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും ചേരുന്ന അവിടെയുള്ള ഗ്യാപ്പിനെ നമുക്ക് എന്ത് പറയാം, സിനാപ്സിസ് എന്ന് പറയാം. അപ്പൊ സിനാപ്സിസ് എന്ന് പറയുമ്പോൾ ഒരു നാഡീകോശം മറ്റൊരു നാഡീകോശമായി ചേരുന്നിടത്തുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു നാഡീകോശം ഒരു പേശീകോശം, അല്ലെങ്കിൽ ഒരു നാഡീകോശം ഒരു ഗ്രന്ഥികോശം, ഇവ തമ്മിൽ ചേരുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുക. ആ സിനാപ്സിസ്, ആ ഗ്യാപ്പിലാണ് നാഡീയ പ്രേക്ഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവുക. ഈ വൈദ്യുത ആവേഗങ്ങൾ കടന്നു പോകണമെങ്കിൽ ഇത് മസ്റ്റാണ്. എന്നാലേ നമ്മളുടെ ഒരു നാഡീകോശത്തു നിന്ന് മറ്റൊരു നാഡീകോശത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആവേഗങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ വിവിധ തരമുണ്ട്. ഒറ്റത്തരം നാഡീകോശം അല്ലുള്ളൂ. മെയിനായിട്ട് 3 തരമാണുള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് സംവേദന നാഡീകോശം. സംവേദന നാഡീകോശം, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നു. സംവേദന നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ്. അപ്പോൾ സെൻസറി, ഈ ഇംഗ്ലീഷിലുള്ള പേര് കേൾക്കുമ്പോൾ എന്താണ് സെൻസറി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സെൻസ് ഓർഗാൻസിനെയാണ്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ട് നമുക്കറിയാം. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുകയും എന്നിട്ട് അതിനെ മസ്തിഷ്കം അല്ലെങ്കിൽ സുഷ്മ്നയിൽ എത്തിക്കുകയാണ് സംവേദന നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ. എന്താണ്? സംവേദന നാഡീകോശം സെൻസറി ഓർഗാൻസ് വഴി അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുകയും ആ ഉദ്ദീപനങ്ങളെ മസ്തിഷ്കം അല്ലെങ്കിൽ സുഷ്മ്നയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മസ്തിഷ്കം ഓർ സുഷ്മ്നയിൽ ആവേഗങ്ങളെ എത്തിക്കുകയാണ് സംവേദന നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തേതാണ് പ്രേരക നാഡീകോശം അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ്. അപ്പൊ ഇതില് സംവേദക നാഡീകോശം, സെൻസറി ന്യൂറോൺസ് പഠിച്ചു കഴിഞ്ഞാൽ, സെൻസറി ന്യൂറോൺസ് എന്ന പുറത്തു നിന്നുള്ള, അതായത് സെൻസ് ഓർഗാൻസിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കം അല്ലെങ്കിൽ സുഷ്മ്നയിൽ എത്തിക്കുന്നു. അപ്പൊ പ്രേരക നാഡീകോശം എന്തായിരിക്കും? നമുക്ക് അവിടേക്ക് മാത്രം സ്വീകരിച്ച, ഇപ്പോൾ അവിടെ എത്തിക്കുക പറഞ്ഞാൽ എന്താണ്? ആവേഗങ്ങളെ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചിട്ട് നമ്മൾ ആവേഗങ്ങളാക്കി മാറ്റി, എന്നിട്ട് നമ്മുടെ ബ്രെയിനിലെത്തി. ഇനി ആ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കണ്ടേ? അപ്പൊ എന്തെത്തണം? നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ സുഷ്മ്നയിൽ നിന്നുള്ള മെസ്സേജ് നമ്മളുടെ സെൻസ് ഓർഗാൻസിക്ക് എത്തണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രേരക നാഡീകോശത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജസിനെ തിരിച്ച് നമ്മുടെ സെൻസ് ഓർഗാൻസ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് എത്തിക്കുക. അതായത് ആവേഗങ്ങളെ മസ്തിഷ്കം ഓർ സുഷ്മ്നയിൽ നിന്ന് സ്വീകരിക്കുന്നു, എന്നിട്ട് നമ്മളുടെ ഓർഗാൻസിക്ക് എത്തിക്കുന്നു. അപ്പോൾ സംവേദക നാഡീകോശം എന്ന് പറയുന്നത് ഉദ്ദീപനങ്ങളെ, പുറത്തു നിന്നുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചിട്ട് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു, സുഷ്മ്നയിലേക്ക് എത്തിക്കുന്നു. പ്രേരക നാഡീകോശം അഥവാ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിനെ, ഇമ്പൾസ് രൂപത്തിലുള്ള മെസ്സേജിനെ തിരിച്ച് ബോഡി ഓർഗാൻസിലേക്ക് തിരിച്ചെത്തിക്കുന്നു. എന്നാലേ ശരീരത്തിന് ആ മെസ്സേജ് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇനി സമ്മിശ്ര നാഡീകോശം അല്ലെങ്കിൽ മിക്സഡ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഈ സംവേദക നാഡീകോശവും പ്രേരക നാഡീകോശവും രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള നാഡീകോശങ്ങളെയാണ് നമ്മൾ സമ്മിശ്ര നാഡീകോശം എന്ന് പറയാം. അപ്പോൾ ഇതൊരു സംവേദക നാഡീകോശം, ഇതൊരു പ്രേരക നാഡീകോശമാണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ബ്രെയിനാണ്. ഞാൻ ബിന്ന് മാർക്ക് ചെയ്തത് ബ്രെയിനാണ്. അപ്പോൾ സംവേദക നാഡീകോശം, ഇത് ബ്രെയിൻ അല്ലെങ്കിൽ സുഷ്മ്നയിലേക്ക്, സ്പൈനൽ കോഡിലേക്കും എത്തിക്കാം കേട്ടോ. അപ്പോൾ സെൻസറി ന്യൂറോൺസ് പുറത്തു നിന്നുള്ള ഇമ്പൾസിനെ, ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിച്ചു. ഇനി മോട്ടോർ ന്യൂറോൺസ്
മോട്ടോർ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഈ ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിനെ തിരിച്ച് ഓർഗാൻസിക്ക് എത്തിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഇമ്പൾസസിനെ ഓർഗാൻസിക്ക് എത്തിക്കും. ഇനി സമ്മിശ്ര നാഡീകോശം എന്ന് പറഞ്ഞാൽ ഈ സെൻസറി ന്യൂറോൺ, സംവേദക നാഡീകോശവും അതുപോലെ മോട്ടോർ ന്യൂറോണും തമ്മിൽ മറ്റൊരു ന്യൂറോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ഇന്റർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോൺ കൂടി കാണും. ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ. അപ്പോൾ സമ്മിശ്ര നാഡീകോശത്തിൽ എങ്ങനെ ഉണ്ടാവും? സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ രണ്ടിൻ്റെയും കൂടി മിശ്രിതമായിരിക്കും. മിശ്രിതം എന്നാൽ രണ്ടും കണക്റ്റഡ് ആയിരിക്കും. ഈ സമ്മിശ്ര നാഡീകോശത്തിലെ സെൻസറി ന്യൂറോണിനെയും അതുപോലെ മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേറൊരു ടൈപ്പ് ന്യൂറോൺ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർ ന്യൂറോൺ എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ നമുക്ക് ലാസ്റ്റ് പഠിക്കാണ്ട്, അങ്ങനത്തേലൊക്കെ നമുക്ക് ഈ സമ്മിശ്ര ന്യൂറോൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇമ്പൾസ് ബ്രെയിനിക്ക് അല്ലെങ്കിൽ സുഷ്മനയ്ക്ക് എത്തുന്നു. അതിനുള്ള മെസ്സേജ് വേഗം തന്നെ ടൈം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു? പ്രേരക നാഡീകോശം വഴി തിരിച്ച് നമ്മുടെ ഓർഗാനിക്ക് മെസ്സേജ് എത്തുന്നു. നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ സമ്മിശ്ര നാഡീകോശത്തില് സംവേദക നാഡീകോശത്തെയും പ്രേരക നാഡീകോശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തരം നാഡീകോശങ്ങളാണ് ഇന്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് വെച്ചാൽ സംവേദക നാഡീകോശം, പ്രേരക നാഡീകോശം, സമ്മിശ്ര നാഡീകോശം, 3 തരത്തിലേ ഉള്ളൂ. സമ്മിശ്ര നാഡീകോശത്തില് എന്താണ്? സെൻസറി മോട്ടോറിന്റെ രണ്ടിന്റെയും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണുള്ളത്. അപ്പൊ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇന്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക, ഇതിൽ കൊടുത്തിട്ടില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്റർ ന്യൂറോൺസും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ന്യൂറോണിനെ പറ്റി മെയിൻ ആയിട്ട് ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ അതിന്റെ ഡയഗ്രാം നോക്കി, നാഡീകോശത്തിന്റെ പാർട്സ് പഠിച്ചു, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താന്നുള്ളതും ജസ്റ്റ് ഓരോ സെന്റൻസിൽ പഠിച്ചു. മെയിനായിട്ട് അവിടെ പാർട്സ് പഠിച്ചു വെക്കുക, അതിന്റെ ഫ്ലോ എങ്ങനെയാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ നാഡീകോശത്ത് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ മൈലിൻ ഷെത്തിന്റെ കാര്യം മറക്കരുത്. മൈലിൻ ഷെത്ത് അതിന്റെ ഫങ്ഷൻ ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് മൈലിൻ ഷെത്ത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കുക. വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ നമുക്ക് ഇനിയും പഠിക്കാണ്ട്. സിനാപ്സിസ് പറഞ്ഞു, ടൈപ്പ് ഓഫ് ന്യൂറോൺസും പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നാഡീകോശത്തിന്റെ കേന്ദ്രം. അപ്പോൾ എന്താണ്? ആവേഗങ്ങളെ സ്വീകരിക്കാനും അതുപോലെ തിരിച്ചെത്തിക്കാനുള്ള നാഡികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇതൊക്കെ പ്രോസസ്സ് ചെയ്യണ്ടേ? പ്രോസസ്സ് ചെയ്ത് തിരിച്ച് ഈ ഇമ്പൾസിനെ സ്വീകരിച്ച് എങ്ങനെ ശരീരത്തെ പ്രതികരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനും അതുപോലെ സുഷ്മനയാണ്. അപ്പൊ നമുക്ക് ബ്രെയിനിനെ പറ്റി ആദ്യം നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മസ്തിഷ്കാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കാണ്. ഇനി അതിന്റെ ഭാരം ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രെയിന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഭാരം 1.3 kg അല്ലെങ്കിൽ 1.4 കിലോഗ്രാം ഭാരമാണ് നമ്മുടെ മസ്തിഷ്കത്തിന് ഉള്ളത്. ഇനി മസ്തിഷ്കത്തിന് എന്താണ്? 2 ലെയറാണ്, 2 ലെയർ, 2 പാളികൾ പോലെ നമുക്ക് മസ്തിഷ്കം കാണപ്പെടാം. ഉള്ളിൽ ഒരു ഭാഗം, പുറത്തും ഒരു ഭാഗം. അപ്പോൾ അതിലെ പുറം ഭാഗത്തെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. ബ്രെയിനിന്റെ രണ്ട് പാളികൾ എന്നല്ല, 2 പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഉൾഭാഗം ഉണ്ട്, പുറം ഭാഗം ഉണ്ട്. അതിലെ പുറം ഭാഗത്തെ പറയുന്ന പേരാണ് കോർട്ടെക്സ്. അതെന്താണ്? ഗ്രേ മാറ്റർ ആണ്. അപ്പൊ ഗ്രേ മാറ്റർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ ഈ കോർട്ടെക്സിൽ കാണുന്ന ന്യൂറോൺസിൽ അല്ലെ, നമ്മുടെ ബ്രെയിനിൽ ആണ് ഈ ന്യൂറോൺസ് ഒക്കെ ഉള്ളത്. കോർട്ടെക്സ് അല്ലെങ്കിൽ ഔട്ടർ ലെയർ, പുറം പാളിയിൽ കാണുന്ന ന്യൂറോൺസിന് എന്തുണ്ടാവില്ല? അവിടെ നമുക്ക് മൈലിൻ ഷെത്ത് കാണാൻ പറ്റില്ല. അവയുടെ ആക്സോൺസിനെ ചുറ്റി മൈലിൻ ഷെത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ മൈലിൻ ഷെത്തുകൾ ഇല്ലാത്ത ന്യൂറോൺസ് ആണ് കോർട്ടെക്സ് അല്ലെങ്കിൽ ഔട്ടർ ലെയറിൽ കാണുന്നത്. ബ്രെയിനിന്റെ മാറരുത്, ഇനി സുഷ്മനയിൽ നമ്മൾ നേരെ തിരിച്ചാ പഠിക്കാൻ പോകേണ്ടത്. അപ്പൊ മാറരുത്. മസ്തിഷ്കത്തിന്റെ കോർട്ടെക്സില് ഗ്രേ മാറ്റർ ആണ് ഉള്ളത്. അതായത് അവിടെ കാണുന്ന ന്യൂറോൺസിന്റെ ഔട്ടർ ലെയറിൽ കാണുന്ന ന്യൂറോൺസിന് ആക്സോൺസിന് ചുറ്റും എന്തില്ല? മൈലിൻ ഷെത്ത് ഇല്ല. മൈലിൻ ഷെത്ത് അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് അതിന്റെ ഉൾഭാഗത്ത്, ആന്തരപാളിയിൽ അല്ലെങ്കിൽ ആന്തരഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് മെഡുല്ല. പുറം ഭാഗം കോർട്ടെക്സ്, ഉൾഭാഗം മെഡുല്ല. മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണ്. അതായത് മെഡുല്ലയിൽ കാണുന്ന ന്യൂറോൺസിന്റെ ആക്സോണിന് ചുറ്റും എന്ത് കാണാൻ പറ്റും? മൈലിൻ ഷെത്ത് കാണാൻ പറ്റും. അപ്പൊ മൈലിൻ ഷെത്ത് ഉള്ളത് വൈറ്റ് മാറ്ററും മൈലിൻ ഷെത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ആണെങ്കിൽ അത് ഗ്രേ മാറ്ററും. മസ്തിഷ്കത്തിന്റെ
ഔട്ടർ ലെയർ അഥവാ കോർട്ടക്സ്. ഔട്ടർ ലെയറിനാണ് നമ്മളെപ്പോഴും കോർട്ടക്സ് എന്ന് പറയുക. ഇന്നർ ലെയർ ഉൾഭാഗത്തെയാണ് നമ്മളെപ്പോഴും മെഡുല്ല എന്ന് പറയുക. അപ്പോൾ കോർട്ടക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്ററും മസ്തിഷ്കത്തിന്റെ ഉൾഭാഗം അല്ലെങ്കിൽ ഇന്നർ ലെയർ മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററും ആണ്. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു പാളിയുണ്ട്, മെനിഞ്ചസ് പാളി. മറക്കരുത്, പേര് മറക്കരുത്, മെനിഞ്ചസ് പാളി. മസ്തിഷ്കത്തെ ചുറ്റി പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണം, നമ്മുടെ ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന, എന്താണ്, പുറത്തുനിന്നുള്ള ക്ഷതങ്ങളും മൈനിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു പാളിയുണ്ട്. സ്കള്ളുണ്ട്, അത് സ്കൾ അതിൻ്റെയും പുറത്തുള്ളതാണ്. അതിന് ചുറ്റും മസ്തിഷ്കത്തിന്റെ ചുറ്റും, അതായത് നമ്മൾ പറഞ്ഞ 2 ലെയറുണ്ട് മസ്തിഷ്കത്തിന്, കോർട്ടക്സ് മെഡുല്ല. അതിനെ ചുറ്റി മസ്തിഷ്കത്തിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് ചുറ്റുള്ള ആവരണമാണ് മെനിഞ്ചസ് അല്ലെങ്കിൽ മെനിഞ്ചസ് പാളി എന്ന് പറയുന്നത്. അതൊരു 3 ലെയേർഡ് എന്താണ് ആവരണമാണ്, 3 ലെയർ. ആ ആവരണത്തിന് നമുക്ക് 3 ലെയർ കാണാൻ പറ്റും. അതിന്റെ ഇതത്ര കാര്യമുള്ളതൊന്നുമല്ല, എന്നാലും ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. എവിടെയെങ്കിലും ചോദിച്ചാൽ നമുക്കിത് മെനിഞ്ചസ് അല്ലെങ്കിൽ മസ്തിഷ്കമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ 3 ലെയറാന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും പുറത്തുള്ള ലെയറാണ് ഡുറാമാറ്റർ. ഡുറാമാറ്റർ പുറത്തുള്ള ലെയറാണ്. അത് ഭയങ്കര കട്ടിയുള്ളത്, ടഫ് ലെയറാണ്, ടഫ് ഔട്ടർ ലെയറാണ്, ഭയങ്കര കട്ടിയുള്ളതാണ് ഡ്യൂറാമാറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ നടുക്കിലുള്ള മിഡിൽ ലെയറാണ് അരക്നോയിഡ്. മിഡിൽ ലെയർ അരക്നോയിഡ്, അതൊരു വലക്കണ്ണികൾ പോലെയാണ് കാണപ്പെടുക, വെബ് ലൈക്കാണ്, അങ്ങനെ വല പോലെ കാണപ്പെടുന്നതാണ് അരക്നോയിഡ്. അത് മിഡിൽ ലെയറാണ്. അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് ഏറ്റവും ഉള്ളിലുള്ള പാളിനെ നമ്മൾ പയാമാറ്റർ എന്ന് പറയും. പയാമാറ്റർ അത് ഡെലിക്കേറ്റ് ആണ്, അതായത് പുറത്തുള്ള ഡ്യൂറാമാറ്റർ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര കട്ടി ടഫ് ആയിട്ടുള്ളതാണ്. ഉള്ളിലുള്ളത് ഏറ്റവും സോഫ്റ്റ് ഡെലിക്കേറ്റ് ആയിട്ടുള്ളതാണ് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ, ബ്രെയിനിന്റെ അല്ല, ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണം മെനിഞ്ചസ് പാളി. മെനിഞ്ചസ് പാളിയുടെ 3 ലെയറാണ് ഡ്യൂറാമാറ്റർ, അരക്നോയിഡ്, പയാമാറ്റർ എന്നുള്ളത്. ജസ്റ്റ് പേര് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓർക്കാൻ പറ്റുന്നവർ ഓർക്കുക, അല്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക എന്തായാലും. നെക്സ്റ്റ് സെറിബ്രോസ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞു പാളികൾ, ബ്രെയിനിനെ 2 പാളികൾ, ഔട്ടർ കോർട്ടക്സ് ഉണ്ട്, ഇന്നർ മെഡുല്ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ഇതാണ് സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിൽ ആന്തരപാളികളിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ദ്രാവകം ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിന് വേണ്ട, നമ്മുടെ മസ്തിഷ്കത്തിന് വേണ്ട ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നു. അപ്പോൾ ഈ ബ്രെയിനിലുള്ള ആന്തരപാളികളിലും അതുപോലെ മസ്തിഷ്ക അറകളിലൊക്കെ അല്ലേ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ ദ്രാവകം എന്ത് ചെയ്യുന്നു? ബ്രെയിനിലെ ഈ ന്യൂറോൺസിനൊക്കെ വേണ്ട, എന്ന് പറഞ്ഞു ഗ്രേ മാറ്ററും ഉണ്ട് വൈറ്റ് മാറ്ററും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ന്യൂറോൺസിനൊക്കെ വേണ്ട ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നു. ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നു. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ മർദ്ദം ക്രമീകരിക്കുന്നുണ്ട്. ബ്രെയിനിന് കൂടുതൽ പ്രഷറും പറ്റില്ല, എന്നാൽ പ്രഷർ കുറയാനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ട ആ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ മർദ്ദം അഥവാ പ്രഷർ ക്രമീകരിക്കുന്നു. അതുപോലെ എന്താണ്, ആന്തര ക്ഷതങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബ്രെയിനിനെ, ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കുന്നു. ആര്? സെറിബ്രോസ്പൈനൽ ദ്രവം. അപ്പോൾ കുറേ ടേംസ് ഇതിൽ പഠിക്കാണ്ട്, അപ്പോൾ ടേംസിന്റെ പേര് ഓർത്ത് വെക്കുക, അത് നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഫംഗ്ഷൻ മാത്രം ഒന്ന് ഇരുത്തി വായിക്കാം. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ, പോഷണം എന്നിവ മസ്തിഷ്കത്തിന് വേണ്ട ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്നു. അതേപോലെ മസ്തിഷ്കത്തിന്റെ മർദ്ദം ക്രമീകരിക്കുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നു. ഇനിയും ഒരു ജസ്റ്റ് നോളജിന് വേണ്ടി പറയാണ്, മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. അതുപോലെ തലയോടിനെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. രണ്ടും ഡിഫറെൻ്റ് ആണ്, സെയിം ആണെന്ന് വിചാരിക്കരുത്. മസ്തിഷ്കത്തിന്റെ ഫ്രീനോളജി, തലയോടിന്റെ ക്രേനിയോളജി. ഇത്ര ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ബ്രെയിനിന്റെ ഭാരം എന്ന് പറഞ്ഞു, മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കമാണ്. മെനിഞ്ചസ് പാളി, ആ പേര് ഓർത്ത് വയ്ക്കുക, മെനിഞ്ചസ് പാളി പറഞ്ഞു. അതുപോലെ സെറിബ്രോസ്പൈനൽ ദ്രാവകം. ഇനി നമ്മൾ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവാണ്.
മസ്തിഷ്കത്തെ നമ്മൾ മെയിനായിട്ട് 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെയാണ് സെറിബ്രം. സെറിബ്രം എന്ന് പറയുന്നത് ബ്രെയിനിനെ ഇപ്പം നമ്മൾ 5 പാർട്ടാക്കി തിരിച്ചു പറഞ്ഞില്ലേ, അതിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. 5 പാർട്ടാക്കിയിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഈ സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഇസ്തിരിട്ട് വെച്ച പോലെ നമ്മൾ ചുളിവൊക്കെ വേണം, എന്നാലേ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് മൊത്തത്തിൽ നടക്കുള്ളൂ. അപ്പോൾ ഈ സെറിബ്രം എന്നുള്ള ഭാഗത്ത് നമുക്ക് ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ബ്രെയിനിന്റെ ഔട്ടർ കോർട്ടെക്സ്, ഗ്രേ മാറ്റർ, ഇന്നർ മെഡുല്ല, വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞില്ലേ, അത് ഇനിയിപ്പോൾ ചിലപ്പോൾ സെറിബ്രത്തിന്റെ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം. അപ്പോൾ സെറിബ്രത്തിന്റെയും എന്താണ് ഔട്ടർ കോർട്ടെക്സ്, സെറിബ്രത്തിന്റെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം. ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല്ല. കോർട്ടെക്സ് എങ്ങനെയാണ്? അവിടെ മൈലിൻ ഷീത്ത് കാണുമോ? ഇല്ല, കോർട്ടെക്സിൽ മൈലിൻ ഷീത്ത് കാണില്ല. അത് ഗ്രേ മാറ്റർ ആണ്. ഇന്നർ മെഡുല്ല, ഇന്നർ ഭാഗം മെഡുല്ല. ഇന്നർ ഭാഗം മെഡുല്ല. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് സെറിബ്രം, അതാണ് ഏറ്റവും വലിയ 5 ഭാഗങ്ങളിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. അവിടെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണാം. ഇനി സെറിബ്രമാണ് നമ്മുടെ ഐച്ഛിക ചലനങ്ങൾ, അതായത് നമ്മൾ കോൺഷ്യസ് ആയിരുന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലേ, അങ്ങനത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങൾ, നമ്മൾ കോൺഷ്യസ് ആയിരുന്നു നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനയും ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രം എന്നുള്ള പാർട്ടിലാണ്. അതുപോലെ നമ്മളുടെ സെൻസേഷൻ, അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന അനുഭവങ്ങൾ, ഇന്ദ്രിയാനുഭവങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രാണ്. അതായത് മണ, ഒരാളെ തൊടുമ്പോൾ നമ്മൾ അറിയുക, അങ്ങനത്തെയൊക്കെ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കുന്നത്, ഇന്ദ്രിയാനുഭവങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. അതോടൊപ്പം തന്നെ ചിന്ത, നമ്മളുടെ തോട്ട്സ്, അതേപോലെ ബുദ്ധി, ഓർമ്മ, ഭാവന ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രാണ്. അപ്പോൾ സെറിബ്രം ഐച്ഛിക ചലനങ്ങൾ, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് സെറിബ്രാണ്. അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇങ്ങനെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെറിബ്രാണ്. ബ്രെയിനിന്റെ തന്നെ സെറിബ്രം എന്നുള്ള പാർട്ടാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗം. അതിന്റെ ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല്ല. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലം സെക്കൻഡ് പാർട്ടാണ്. അത് രണ്ടാമത്തെ വലിയ ഭാഗം. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അതിനെ ലിറ്റിൽ ബ്രെയിൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർമ്മ വേണം. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. അതൊരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാവുക. നമുക്ക് നോക്കിയാൽ അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെയാണ് സെറിബെല്ലം കാണപ്പെടുക. ഇനി നെക്സ്റ്റ് അവിടെ ഈ സെറിബെല്ലത്തിൽ നമുക്ക് ചുളിവുകളും മടക്കുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ സെറിബ്രത്തിലും സെറിബെല്ലത്തിലും ചുളിവുകളും മടക്കുകളൊക്കെ കാണും. നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബ്രം എന്താണ്? നമ്മുടെ ഐച്ഛിക ചലനങ്ങൾ, ഇന്ദ്രിയാനുഭവങ്ങൾ തുടങ്ങിയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ സെറിബെല്ലം മസിൽസിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ ശരീര തുലന, നമ്മുടെ ബോഡി ബാലൻസ്, പേശികളുടെ അല്ലെങ്കിൽ മസിൽസിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു, അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം എന്താ? ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന. ബോഡി ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബോഡി ബാലൻസ് വേണം. ആ ബോഡി ബാലൻസ് നിയന്ത്രിക്കുന്നത്, ശരീര തുലന നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബെല്ലമാണ്. അപ്പോൾ ചെറിയ ആളല്ല. ലിറ്റിൽ ബ്രെയിൻ ആണെങ്കിലും പണി വളരെ വലുതാണ്. ശരീര തുലന നിയന്ത്രിക്കുന്നത് സെറിബെല്ലാണ്. അപ്പോൾ ഇതിന്റെ ഫങ്ഷൻസ് ഓർത്ത് വയ്ക്കുക. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, മസിൽസ് കോർഡിനേഷൻസ്, അതുപോലെ ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന. നമുക്കറിയാം ഈ മദ്യം കുടിച്ച ആൾക്കാർക്കൊന്നും ബാലൻസ് ഇല്ലാതെ നടക്കണ്ടാവില്ലേ?
അപ്പോൾ അത് ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതായത് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് ഈ സെറിബെല്ലം എന്നുള്ള പാർട്ടിനെയാണ്. അതുകൊണ്ടാണ് ബോഡി ബാലൻസ് നമുക്ക് നഷ്ടമാകുന്നത്. ഈ സെറിബെല്ലത്തെ മദ്യം ബാധിക്കുമ്പോൾ ബോഡി ബാലൻസ് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബോഡി ബാലൻസ് നമുക്ക് നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ഈ കള്ളുകുടിച്ച ആൾക്കാരൊക്കെ എന്താണ് ആടിക്കുഴഞ്ഞ് നടക്കാണ് കാണുന്നത്. അത് അവരുടെ സെറിബെല്ലത്തെ ബാധിക്കുകൊണ്ടാണ്. മദ്യം സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ പാർട്ടാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ ഇത് ഒരു ദണ്ഡാകൃതി, ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. ഇത് നമ്മുടെ എവിടെയാണ്? ബാക്ക് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ബാക്ക് സൈഡിൽ നട്ടലിനോട് ചേർന്നിട്ട് അങ്ങനെയാണ് കാണപ്പെടുന്നത്. സുഷ്മിനയിലേക്കാണ് ഇത്, സ്പൈനൽ കോഡിലേക്കാണ് നേരെ ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്നുള്ള റോഡ് ഷേപ്പ് അല്ലെങ്കിൽ ദണ്ഡാകൃതിയിലുള്ള ഈ ഒരു പാർട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്പൈനൽ കോഡ് സുഷ്മിനയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെറിബ്രത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, സെറിബ്രം നമ്മൾ പറഞ്ഞു നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞു. അതായത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങളെയാണ് സെറിബ്രം നിയന്ത്രിക്കുന്നത്. ഇവിടെ നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ നിയന്ത്രിക്കുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ്. അതായത് നമുക്ക് സ്വന്തമായി നമ്മളിങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് താനെ ആ ശരീര പ്രവർത്തനങ്ങൾ താനെ നടന്നു പോകുന്നതാണ്. അത്തരം അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദനം, ബ്ലഡ് പ്രഷർ, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ നിയന്ത്രിക്കുന്നത്. സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനി നാലാമത്തെ പാർട്ടാണ് തലാമസ്. നാലാമത്തെ പാർട്ട് തലാമസ്. തലാമസ് സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. തലാമസ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. തലാമസ് ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ശരീരത്തിന്റെ എന്താണ്? ബ്രെയിനിന്റെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷൻ. ഇതാണ് തലാമസ് ആണ് റിലേ സ്റ്റേഷൻ. റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ മിക്ക സെൻസറി വിവരങ്ങളും ആദ്യം ഇമ്പൾസ് രൂപത്തിൽ അല്ലെങ്കിൽ ആവേഗ രൂപത്തിൽ ആദ്യം നമ്മൾ ബ്രെയിനിൽ എത്തണോ പറഞ്ഞാൽ ബ്രെയിനിൽ തന്നെ ആദ്യം ഈ തലാമസിലാണ് എത്തുന്നത്. ആ തലാമസിൽ നിന്നാണ് ഇത് എവിടൊക്കെയാണ് ബോഡി ബാലൻസിനുള്ളതാണോ അതോ നമ്മുടെ ഐച്ഛിക പ്രവർത്തനത്തിനുള്ളതാണോ എവിടൊക്കെയാന്ന് വെച്ചാൽ സെറിബ്രത്തേക്കാ സെറിബെല്ലത്തേക്കാ എവിടൊക്കെയാ വേണ്ട വെച്ചാൽ കടത്തിവിടുന്നത്. അതോ ഇനി നമ്മുടെ മെഡുല്ല നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ അതിന് അതുമായി ബന്ധപ്പെട്ട ഇമ്പൾസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഈ തലാമസിൽ നിന്നാണ് ബ്രെയിനിന്റെ ബാക്കി പാർട്ടിക്ക് ഈ ആവേഗങ്ങളെ കടത്തിവിടുന്നത്. അപ്പോൾ ശരീരത്തിലെ എല്ലാ സെൻസറി വിവരങ്ങളും ആദ്യം എത്തുന്നത് ഈ തലാമസിലാണ്. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നു. ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. എല്ലാ ആവേഗങ്ങളും ആദ്യം എത്തുന്നത് ഈ തലാമസിലാണ്. ശരീരത്തിന്റെ റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തലാമസ് ആണ്, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. അതെന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ഫസ്റ്റ് അവിടെ എത്തുന്നു, അവിടെ നിന്നാണ് ബാക്കി ബ്രെയിനിന്റെ ഏത് പാർട്ടിക്കാച്ചാൽ അവിടെ നിന്നാണ് തലാമസിൽ എത്തിയതിനു ശേഷമാണ് ഏത് പാർട്ടിക്കാച്ചാൽ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ ഈ തലാമസിനെയാണ് വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തലവേദനയൊക്കെ വന്നാൽ എന്താ പാരസിറ്റമോൾ കഴിക്കുന്നു, അപ്പം നമുക്ക് നമ്മുടെ വേദന പോകുന്നു. അതെന്താണ്? ഈ തലാമസിനെയാണ് ബാധിക്കുന്നത്. തലാമസിനെ ബാധിക്കുമ്പോൾ പിന്നെ അത്തരം ഇമ്പൾസുകൾ കടന്നു പോവില്ല. റിലേ സ്റ്റേഷൻ അല്ലേ, അപ്പം അത്തരം ഇമ്പൾസുകൾ ബാക്കി സ്ഥലത്ത് നമുക്ക് ബ്രെയിനിലെ അല്ലെങ്കിൽ സെറിബ്രത്തിക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പം ആ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം തലാമസിൽ ആദ്യം എത്തുന്നു. പിന്നെ അപ്പം നമ്മൾ ഈ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ അത് ഈ തലാമസിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പം തലാമസിൽ നിന്ന് പിന്നെ അത്തരം ഇമ്പൾസുകൾ നമ്മുടെ സെറിബ്രത്തിക്കൊന്നും പോവില്ല. അപ്പം നമുക്ക് വേദനയൊന്നും അനുഭവപ്പെടില്ല. അപ്പം വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്നത് ഈ തലാമസിലാണ്. ഓർത്ത് വയ്ക്കുക. മദ്യം ബാധിക്കുന്നത് എവിടെയാണ്? സെറിബെല്ലാണ്. വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്നത് തലാമസിനെയാണ്. റിലേ സ്റ്റേഷൻ, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ഈ നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ട്, അഞ്ചാമത്തെ പാർട്ടാണ് ഹൈപ്പോ തലാമസ്. ഇത് തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹൈപ്പോ തലാമസ്. ഇതെന്ന് പറഞ്ഞാൽ ആന്തര സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ് കേട്ടിട്ടുണ്ടാവും. ആന്തര സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താണ് സ്ഥിരത പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഹൈപ്പോ തലാമസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആന്തര സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്.
അതായത് ഇപ്പോൾ തണുക്കുമ്പോൾ വിറയ്ക്കുക, അത് നമ്മൾ സ്വന്തമായി ചെയ്യുന്നതല്ല. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും വിറയ്ക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ഒരു നിശ്ചിത ടെമ്പറേച്ചർ, ഒരു ഊഷ്മാവിലാണ് നമ്മുടെ ശരീരം അതിന് വേണ്ടത്. അപ്പം അതിനേക്കാൾ ഊഷ്മാവ് കുറയുമ്പോൾ, പുറത്തുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മൾ വിറയ്ക്കുന്നു. വിറയ്ക്കുമ്പോൾ എന്താണ്? ബോഡി ചലിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ്? മൂവ് ചെയ്യുമ്പോൾ അത് അവിടെ ടെമ്പറേച്ചർ ഉണ്ടാക്കും. അപ്പോൾ തണുപ്പ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിറയ്ക്കുന്നു. അപ്പോൾ വിറച്ച് കഴിയുമ്പോൾ അവിടെ ചൂട് ഉണ്ടാവും. ആ ചൂടുണ്ടാവുന്നത് കൊണ്ട് എന്താണ്? നമ്മുടെ ശരീരം നോർമൽ ടെമ്പറേച്ചർക്ക് എത്തുന്നു. അതുപോലെ ചൂട് സമയത്ത് എന്താണ്? നമ്മൾ വിയർക്കും ഇല്ലേ? ഇപ്പോൾ വിയർപ്പ് ഉള്ളുന്നുള്ള ജലം അല്ലെങ്കിൽ വിയർപ്പ് രൂപത്തിൽ പുറത്തെത്തുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരം കൂളാവുന്നു. ഓവറായി ഹീറ്റായി നിൽക്കുമ്പോൾ നമ്മൾ വിയർക്കുമ്പോൾ താനെ നമ്മുടെ ശരീരത്തിന് വേണ്ട ടെമ്പറേച്ചർക്ക് എത്തുന്നു, കൂളാവുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ട എന്താണ്? സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പോതലാമസിന്റെ മെയിൻ ഫംഗ്ഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു അന്തർസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നു. അന്തർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ ഫംഗ്ഷൻ എന്താണ്? ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. ഈ ബ്രെയിനിന്റെ പാർട്ട്, ഹൈപ്പോതലാമസ് എന്നുള്ള ഈ പാർട്ട് എന്തായി പ്രവർത്തിക്കുന്നു? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തർസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അന്തർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺ ഉണ്ടാക്കുന്നത് ആരാന്ന് വെച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. അതേപോലെ വാസോപ്രസിന്റെ തന്നെ വേറൊരു പേരാണ് ADH. ചിലപ്പോൾ അത്രേ തരുള്ളൂ. അപ്പോൾ ADH എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം അതൊരു ഹോർമോൺ ആണ്. അതിന്റെ ഫുൾ ഫോം, ADHന്റെ ഫുൾ ഫോം ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ. രണ്ടും സെയിം ആണ്. മിക്കവാറും ADH എന്നുള്ള പേരിലാവും തരിക. അതിനെ തന്നെയാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ പാർട്ടാണ് ഹൈപ്പോതലാമസ്. അത് ആക്ച്വലി ബ്രെയിനിന്റെ പാർട്ടാണ്, പക്ഷെ അതൊരു അന്തർസ്രാവി ഗ്രന്ഥിയായിട്ടും കൂടി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണാണ് ഈ ഡെലിവറി സമയത്തൊക്കെ സ്ത്രീകളിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതാണ് യൂട്രസിന്റെ വികാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഓക്സിറ്റോസിനാണ്. ഇനി വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ജലത്തിന്റെ അത് നിയന്ത്രിക്കാനാണ്. ജലത്തിന്റെ പുനരാകിരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഈ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHന്റെ കുറവാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ഡയബറ്റിസ് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇൻസുലിനെ മാത്രമേ ഓർമ്മ വരൂ. അത് ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ്. ഇത് ADHന്റെ കുറവ് മൂലം അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നുള്ള ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. കൂടി ഒന്ന് ഇതിനൊപ്പം ഓർത്ത് വയ്ക്കുക. നമ്മൾ ബ്രെയിനിന്റെ 5 പാർട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? സെറിബ്രം, അതാണ് ഏറ്റവും വലിയ പാർട്ട് എന്ന് പറഞ്ഞു. ഫംഗ്ഷൻ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ അങ്ങനത്തെയൊക്കെ നിയന്ത്രിക്കുക. നെക്സ്റ്റ് സെറിബെല്ലാണ് ലിറ്റിൽ ബ്രെയിൻ. അത് ഓർത്ത് വയ്ക്കുക, PYQ ആണ്. സെറിബെല്ലാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുക. അതുപോലെ പേശി പ്രവർത്തനങ്ങൾ, മസിൽസ് അതിന്റെ ഫംഗ്ഷന്റെ കോർഡിനേഷനും അതുപോലെ എന്താ ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. നെക്സ്റ്റ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുക. അതാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ബ്ലഡ് പ്രഷർ പോലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ റിലേ സ്റ്റേഷനാണ്, ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. അതാണ് വേദന സംഹാരികൾ ആക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. ഫൈനൽ പാർട്ടാണ് ഹൈപ്പോതലാമസ് ഒരു അന്തർസ്രാവി ഗ്രന്ഥിയായിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിൻ അഥവാ ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ADHന്റെ കുറവാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹൈപ്പോതലാമസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആണ്. അപ്പോൾ ബ്രെയിനിനെ പറ്റി നമ്മൾ പറഞ്ഞു. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെ ചോദിക്കുക. ഇനി ബ്രെയിനിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സുഷുമ്ന, അല്ലേ?
അപ്പോൾ ഈ നെർവ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ സ്വീകരിക്കുന്ന ഈ ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് ഒന്നെങ്കിൽ ഇമ്പൾസ് രൂപത്തിൽ, ആവേഗത്തിന്റെ രൂപത്തിൽ ഒന്നെങ്കിൽ ബ്രെയിനിലെത്തും അല്ലെങ്കിൽ സുഷ്മിനയിലെത്തും. നമുക്കറിയാം നാഡീവ്യവസ്ഥ പറഞ്ഞാൽ ബ്രെയിന്, സുഷ്മിന, അതുപോലെ നാഡികൾ, ഈ മൂന്നും കൂടിച്ചേർന്നതാണ് നമ്മുടെ ഹോൾ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നാഡികളെ കുറിച്ച് പറഞ്ഞു, നാഡികളുടെ സ്ട്രക്ചർ പറഞ്ഞു, ബ്രെയിനിനെ കുറിച്ച്, ബ്രെയിനിന്റെ 5 പാർട്സ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സുഷ്മിനയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സുഷ്മിന എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന നീളം കൂടിയ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു നട്ടെല്ലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് സുഷ്മിന എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ, സുഷ്മിന എന്ന് പറയുന്നത് കുട്ടികളിൽ നട്ടെല്ലിന്റെ അതേ വലിപ്പം തന്നെ ആയിരിക്കും സുഷ്മിനയ്ക്കുള്ളത്. പക്ഷേ മുതിർന്ന ആൾക്കാരിൽ നീളം കുറവായിരിക്കും. മീൻസ് നട്ടെല്ലിന്റെ അത്ര നീളം ഉണ്ടാവില്ല. കാരണം നട്ടെല്ല് നമ്മൾ വളരുന്നതിനനുസരിച്ച് നട്ടെല്ലും വളരും, പക്ഷേ സുഷ്മിന വളരില്ല. ഇനി സുഷ്മിനയും പൊതിഞ്ഞിട്ട് മെനിഞ്ചസ് പാളിയുണ്ട്. നമ്മൾ ബ്രെയിനിൽ പറഞ്ഞതാണ്. മെനിഞ്ചസ് പാളിനെ കുറിച്ച് പറഞ്ഞു, 3 ലെയർ പാളിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സുഷ്മിനയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പാളി എന്ന് പറയുന്നത് ഈ മെനിഞ്ചസ് പാളി തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ അതേ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്സിജൻ നൽകുക, സുഷ്മിനയിലുള്ള കോശങ്ങൾക്കുള്ള പോഷണം, ഓക്സിജൻ നൽകുക, അതുപോലെ അവിടുത്തെ പ്രഷർ, മർദ്ദം ക്രമീകരിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സുഷ്മിനയെ സംരക്ഷിക്കുക. ഇതൊക്കെ തന്നെയാണ് മെനിഞ്ചസ് പാളിക്കുള്ള ഫങ്ഷൻ. അതുപോലെ സുഷ്മിനയ്ക്കുള്ളിലും എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും. സെറിബ്രം അഥവാ ബ്രെയിനിലുണ്ട്. സ്പൈനൽ കോഡ് പറഞ്ഞാൽ സുഷ്മിന, സ്പൈനൽ കോഡ് കേട്ടോ, സുഷ്മിന പറഞ്ഞാൽ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ്. അപ്പോൾ സുഷ്മിനയ്ക്കുള്ളിലും ഈ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കേണ്ട ഫങ്ഷൻ നേരത്തെ പറഞ്ഞാൽ അതുതന്നെയാണ്. ഇനി ഇവിടെ ബ്രെയിനിൽ നിന്നും സുഷ്മിനയ്ക്കുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ തന്നെ സെറിബ്രം എന്നുള്ള പാർട്ട്, ബ്രെയിനിന്റെ മസ്തിഷ്കത്തിന്റെ ഔട്ടർ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്ററും ഇന്നർ മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററും ആണെന്ന് പറഞ്ഞു. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. സുഷ്മിന അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കോർട്ടക്സ് ഭാഗമാണ് എന്ത്? വൈറ്റ് മാറ്റർ. ബാഹ്യഭാഗമാണ് വൈറ്റ് മാറ്റർ. അതേപോലെ ആന്തരഭാഗമാണ് എന്ത്? ഗ്രേ മാറ്റർ ആയിട്ടുള്ളത്. മെഡുല്ലയാണ് ഗ്രേ മാറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നിന്റെ പഠിച്ചു വെക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് ടു അതാണ് മറ്റേതെന്ന് പഠിച്ചു വെക്കുക. ഇത് ഓപ്പോസിറ്റ് ടു ബ്രെയിൻ ആണ്. ബ്രെയിനിൽ നേരെ തിരിച്ചിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പിന്നെ മറ്റേത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണോ ഓർത്താൽ മതിയല്ലോ. രണ്ടും കൂടി പഠിച്ചാൽ നമുക്ക് ഏതാ ബ്രെയിനാണോ സുഷ്മിനയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ മെനിഞ്ചസ് പാളി, പിന്നെ സെറിബ്രോസ്പൈനൽ ദ്രവം പറഞ്ഞു, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. ഇനി സുഷ്മിന എന്നുള്ള എന്താണ്? ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സുഷ്മിനയുടെ ഫങ്ഷൻ. അതായത് ഇപ്പോൾ നടത്തം, ഓട്ടം, അതൊക്കെ എന്താണ്? ചലനങ്ങൾ ആവർത്തിച്ച് വരികയല്ലേ. അത്തരം ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് സുഷ്മിനയുടെ ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ തിരിച്ചും എന്താണ്? കടത്തിവിടുന്നുണ്ട്. അതായത് ഈ സുഷ്മിനയിൽ സെൻസറി ന്യൂറോൺസ് ഉണ്ടായിരിക്കും, തിരിച്ച് എന്തുണ്ടായിരിക്കും? മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ പ്രേരക നാഡീകോശങ്ങളും ഉണ്ടാവും. സംവേദന നാഡീകോശങ്ങളും ഉണ്ടാവും, പ്രേരക നാഡീകോശം ഉണ്ടാവും. അപ്പോൾ സംവേദന നാഡീകോശങ്ങളാണ് നമ്മളുടെ സെൻസ് ഓർഗാൻസിൽ നിന്നുള്ള ഇമ്പൾസിനെ എങ്ങടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സുഷ്മിനയ്ക്ക് എത്തിക്കുന്ന അത്തരം ഉണ്ട്. അതുപോലെ തിരിച്ചും നമ്മുടെ ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സുഷ്മിനയിൽ നിന്നുള്ള തിരിച്ച് ഇമ്പൾസിനെ നമ്മുടെ സെൻസ് ഓർഗാൻസിലേക്ക് കടത്തിവിടുന്ന മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ പ്രേരക നാഡീകോശങ്ങളും ഈ സുഷ്മിനയിൽ കാണാം. അവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇന്റർ ന്യൂറോൺസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സുഷ്മിനയുടെ ഇവിടെ വന്നിട്ട് ചിത്രം കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ നമ്മുടെ സെൻസ് ഓർഗാൻസ് എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ജസ്റ്റ് തൊലിയാന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് വന്നു, തൊടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സംവേദന നാഡീകോശങ്ങൾ വഴി,
ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് സംവേദന നാഡീകോശമാണ്. സംവേദന നാഡീകോശം വഴി എവിടെ എത്തുന്നു? ഇതാണ് നമ്മുടെ സുഷ്മൻ. ഈ സുഷ്മനയിൽ എത്തുന്നു. ഈ സുഷ്മനയിൽ ഇവിടെ എന്താണ്? സംവേദക നാഡീകോശവും ഈ പ്രേരക നാഡീകോശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഇന്റർന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മെസ്സേജ് കിട്ടും. അത് തിരിച്ച് എങ്ങോട്ടെത്തും? മോട്ടോർ ന്യൂട്രോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം വഴി തിരിച്ച് എഫക്റ്റേഴ്സ് അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ സെൻസ് ഓർഗാൻസിലേക്ക് എത്തുന്നു. അതുവഴി നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്ന് തിരിച്ച് ഉള്ള ആവേഗങ്ങളെ കൊണ്ടുവരാനുള്ള 2 തരം ന്യൂറോൺസും അവിടെ കാണാൻ സാധിക്കും. ന്യൂറോൺസ് നമുക്കവിടെ കാണാൻ സാധിക്കും. സെൻസറി ന്യൂറോൺസും ഉണ്ട്, മോട്ടോർ ന്യൂറോൺസും ഉണ്ട്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർ ന്യൂറോൺസും ഉണ്ട്. ഇതിൽ സിഗ്നലുകളെ അല്ലെങ്കിൽ ഈ ആവേഗങ്ങളെ സുഷ്മനയിലേക്ക് എത്തിക്കുന്ന ആ ഒരു റൂട്ടിനെ, ഈ ഒരു പാത്തിനെ, അതായത് സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്, സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എന്നിട്ട് അവയിൽ നിന്ന് സുഷ്മനയിലേക്ക് ഈ ആവേഗങ്ങളെ എത്തിക്കുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് ഡോർസൽ റൂട്ട്. ഈ ബ്ലൂ കളറിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പാത്ത് റിസപ്റ്റേഴ്സ് നിന്ന് സുഷ്മനയിലേക്ക് എത്തുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ എത്തുന്ന ആ ഒരു പാതയെ പറയുന്ന പേരാണ് ഡോർസൽ റൂട്ട്. അതുപോലെ തിരിച്ച് സുഷ്മനയിൽ നിന്ന് തിരിച്ച് പ്രേരക നാഡീകോശങ്ങൾ വഴി എഫക്റ്റേഴ്സ് അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ സെൻസ് ഓർഗൻസിലേക്ക് എത്തുന്ന ആവേഗങ്ങളെ എത്തിക്കുന്ന ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാതയെ പറയുന്ന പേരാണ് വെൻട്രൽ റൂട്ട്. സിഗ്നലുകളെ സുഷ്മനയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എവിടെയാണോ വേണ്ടത് വെച്ചാൽ അവിടേക്ക് എത്തിക്കുന്ന ആ ഒരു പാതിനെയാണ് നമ്മൾ വെൻട്രൽ റൂട്ട് എന്ന് പറയുക. ഡോർസൽ റൂട്ട് നമ്മൾ ഡോറ് തുറന്നു, സിഗ്നലുകൾ ഉള്ളിൽ കയറി, അതാലോചിക്കുക. അപ്പോൾ സുഷ്മനയിലേക്ക് സിഗ്നലുകൾ എത്തി. വെൻട്രൽ റൂട്ട് തിരിച്ചു, സുഷ്മനയിൽ നിന്ന് തിരിച്ച് എഫക്റ്റേഴ്സിലേക്ക് സിഗ്നലുകൾ അല്ലെങ്കിൽ ആവേഗങ്ങളെ എത്തിക്കുന്നതാണ് വെൻട്രൽ റൂട്ട്. ഇനി ഈ ബ്രെയിനും സുഷ്മനയൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫ്ലക്സ് ആക്ഷൻ. നമുക്ക് ഡീപ്പായിട്ടൊന്നും പഠിക്കാല്ല. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പഠിക്കുക, അതന്നെ ഉള്ളൂ. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അനൈച്ഛികമായ ആകസ്മിക പ്രതികരണങ്ങൾ, റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിഫ്ലക്സ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? റിഫ്ലക്സ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അനൈച്ഛികമായിട്ട്, അതായത് നമ്മൾ ബോധപൂർവം ചെയ്യണ പ്രവൃത്തിയല്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ല ബ്രെയിൻ, കോൺഷ്യസ് ബ്രെയിൻ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. അനൈച്ഛികമായിട്ട് ആകസ്മികമായിട്ടും, അതായത് ആകസ്മികം പറഞ്ഞാൽ പെട്ടെന്ന്, നമ്മൾ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരിക്കില്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ. എന്തോ ഒരു സ്റ്റിമുലസ് ഉണ്ടായപ്പോൾ പെട്ടെന്നും അനൈച്ഛികം, അതായത് നമ്മളുടെ കോൺഷ്യസ് ബ്രെയിൻ ഇൻവോൾവ് ചെയ്യാതെ പെട്ടെന്ന് സഡനും ഇൻവളണ്ടറി ആയിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസുകളെ, പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അനൈച്ഛികമായിരിക്കും, ആകസ്മികമായിരിക്കും. അതായത് സഡൻ, പെട്ടെന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു സ്റ്റിമുലസ് ഉണ്ടായാൽ അതിൻ്റെ ഇടയിൽ പിന്നെ അതിൻ്റെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ എന്തുണ്ടാവില്ല, ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല. ഒരു ഉദ്ദീപനം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രതികരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിലെ തീയിൽ പോയി തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ കൈ വലിക്കണില്ലേ? കുറച്ച് നേരം വെച്ചിട്ട് ചൂടൊക്കെ പതുക്കെ അറിഞ്ഞ് പിന്നെ പതുക്കെയല്ലല്ലോ നമ്മൾ കൈ വലിക്കണം. എപ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നോ അപ്പം തന്നെ നമ്മൾ കൈ പുറകിലേക്ക് വലിക്കുന്നു. അതെന്താണ്, നമ്മൾ വേറെ ചിന്തിച്ചിട്ടോ ഒന്നും അല്ല. ഇപ്പോൾ ചൂട് എന്താണെന്ന് അറിയാത്തൊരു കുഞ്ഞു കുട്ടിയെ വിചാരിച്ചത്, നമുക്കിപ്പോൾ ചൂട് എന്താണെന്ന് അറിയാം. കുഞ്ഞു കുട്ടിയാണെങ്കിലും ഇപ്പോൾ തീയിൻ്റെ അടുത്ത് കൈ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ കൈ വലിക്കണം. ആ കുട്ടിക്ക് അറിയില്ല അത് ചൂട് എന്താണെന്നും അറിയില്ല, പക്ഷേ കൈ വലിക്കുന്നു. അതായത് ചിന്തിച്ച് കണ്ടുപിടിച്ചിട്ട് പ്രതികരണം ഉണ്ടാക്കല്ല, അനൈച്ഛികമായും പെട്ടെന്ന് ആകസ്മികമായും ഉണ്ടാകുന്ന അത്തരം പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുക. അത് സഡൻ ആയിരിക്കും, ഇൻവളണ്ടറി ആയിരിക്കും. മെയിനായിട്ടും ഇത്തരം റിഫ്ലക്സ് ആക്ഷനുകൾ എന്താണ്, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ സുഷ്മന ബേസ്ഡ് ആയിരിക്കും. അത്തരം റിഫ്ലക്സ് ആക്ഷൻ നടക്കുമ്പോൾ സ്റ്റിമുലസ് വഴി ഉണ്ടാകുന്ന വൈദ്യുത ആവേഗങ്ങൾ എത്തുക നമ്മുടെ സുഷ്മനയിലായിരിക്കും. അപ്പോൾ സുഷ്മനയാണ് തിരിച്ച് നമുക്ക് മെസ്സേജ് തരാം, എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള. മെയിനായിട്ടും സുഷ്മനയായിരിക്കും നമുക്ക് മെസ്സേജ് തരുന്നുണ്ടാവുക. എന്ന് വെച്ചിട്ട് മസ്തിഷ്കത്തിന് അതിലൊരു റോളും ഇല്ലയെന്ന് വിചാരിക്കരുത്. മെയിനായിട്ടും റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാന്നേ ഉള്ളൂ. പക്ഷേ ബ്രെയിനും ഇത്തരം റിഫ്ലക്സ് ആക്ഷനുകളിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്.
അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കും. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അനൈച്ഛികമായും ആകസ്മികമായും ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, നമ്മൾക്ക് ഇതെന്താണ്, ഒരു കള്ളിമുൾച്ചെടി നമ്മൾ അതിൽ അറിയാണ്ട് പോയി തൊട്ടു. അപ്പോൾ എന്താണ്, അതിൻ്റെ ഇത് കുത്തിയപ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഇതുവഴി വേദന എന്നുള്ള ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തി. അപ്പോൾ അത് തട്ടി ഉടനെ തന്നെ നമുക്ക് കൈയെടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കുറച്ച് നേരം ഇരുന്നിട്ടല്ലല്ലോ കൈയെടുക്കുക. അപ്പോൾ സുഷ്മിനയിൽ എത്തി, അവിടെ നമ്മുടെ സെൻസറി ന്യൂട്രോൺ, ഈ വയലറ്റ് കളറിലുള്ളതാണ് സെൻസറി ന്യൂട്രോൺ, തിരിച്ച് ഈ സെൻസറി ന്യൂട്രോൺ അല്ലെങ്കിൽ സംവേദന നാഡീകോശം, രണ്ട് പേരും പഠിക്കുക കേട്ടോ. സംവേദന നാഡീകോശം ഒരു ഇന്റർ ന്യൂട്രോൺ വഴി എന്തുമായിട്ട്, പ്രേരക ന്യൂട്രോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഷ്മിനയിൽ ഇതെത്തി, സുഷ്മിന അപ്പം തന്നെ മെസ്സേജ് കൊടുത്തു. അപ്പോൾ ഈ ഇന്റർ ന്യൂട്രോൺ വഴി മെസ്സേജ് തിരിച്ച് ഈ മോട്ടോർ അല്ലെങ്കിൽ പ്രേരക ന്യൂട്രോണിലെത്തി നമ്മുടെ മസിൽസ് വരെ. മസിൽസിന് എന്താണ് നിർദ്ദേശം കൊടുത്തു, വേഗം കൈ ബാക്കിലേക്ക് എടുക്കുക എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിത്തൗട്ട് ടൈം ഗ്യാപ്പ് എന്താണ്, ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇത് നമ്മളുടെ സുഷ്മിനയിലെത്തും, തിരിച്ച് നമുക്ക് കൈ പിന്നിലേക്ക് വലിക്കാനുള്ള എന്താണ് മെസ്സേജ് കിട്ടുകയും ചെയ്യും. അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഇതാണ് ഒരു റിഫ്ലക്സ് ആക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അനൈച്ഛികവും ആകസ്മികമായിട്ടുള്ള പ്രതികരണം. അപ്പം നമുക്കിപ്പോൾ എങ്ങനെയും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിൽ റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണെങ്കിൽ, വിത്തൗട്ട് ടൈം ഗ്യാപ്പ് നടക്കുന്നതാണെങ്കിൽ ഇത് റിഫ്ലക്സ് ആക്ഷൻ. ഈ റിഫ്ലക്സ് ആവേഗങ്ങളുടെ സഞ്ചാരപാത, റിഫ്ലക്സ് ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് നമ്മൾ റിഫ്ലക്സ് പാത അല്ലെങ്കിൽ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുക. ജസ്റ്റ് ഇതാ ഈ ഒരു സംഭവം തന്നെ, റിഫ്ലക്സ് ആക്ഷൻ എന്ന് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗം തന്നെ. അതായത് ഇവിടെ സെൻസറി ന്യൂറോൺസ് ഉണ്ടാവും, അത് സ്പൈനൽ കോഡിൽ എത്തി, സ്പൈനൽ കോഡിൽ ഇന്റർ ന്യൂറോൺ വഴി എന്തുമായിട്ട് കണക്ട് ചെയ്തു, പ്രേരക ന്യൂറോണുമായിട്ട് അല്ലെങ്കിൽ പ്രേരക നാഡീകോശമായിട്ട് കണക്ട് ചെയ്തു. തിരിച്ച് നമുക്ക് മെസ്സേജ് നമ്മുടെ മസിൽസിനോ അല്ലെങ്കിൽ ഏത് ബോഡി പാർട്ടിലാണോ എത്തേണ്ടത് വെച്ചാൽ തിരിച്ച് നമുക്ക് കിട്ടി. ആ ഒരു പാത്തിനെ പറയുന്ന, അപ്പോൾ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് അല്ലെങ്കിൽ റിഫ്ലക്സ് പാത എന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു രണ്ട്, അപ്പോൾ മെയിനായിട്ടും സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷ്മിനയാണ് ഇത്തരം റിഫ്ലക്സ് ആക്ഷനുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷ്മിന ഇൻവോൾവ് ആയിട്ടുള്ള റിഫ്ലക്സ് ആക്ഷനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുന്നു. അതിന് നമ്മളുടെ എക്സാമ്പിളാണ് നമ്മൾ ചൂടുള്ള വസ്തുക്കളെ തൊട്ടാൽ പെട്ടെന്ന് കൈ പിന്നിലേക്ക് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ എക്സാമ്പിൾ, ഇപ്പോൾ കള്ളിമുൾച്ചെടിയിൽ തൊട്ടു, അപ്പോൾ നമ്മൾ അങ്ങനത്തേക്കുള്ള ഇതൊക്കെ എന്താണ്, സ്പൈനൽ റിഫ്ലക്സ് ആണ്. ഇനി ഇവിടെ അത് കട്ടായി പോയിട്ടുണ്ട്, സെറിബ്രൽ റിഫ്ലക്സ്. നോട്ട് തരുമ്പോൾ അത് റെഡിയാക്കാം, PDF ആക്കിയപ്പോൾ അത് കട്ടായി പോയിട്ടുണ്ട്. സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, സെറിബ്രൽ റിഫ്ലക്സ്. അവിടെ ആരായിരിക്കും, അവിടെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സെറിബ്രം ആയിരിക്കും അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിഫ്ലക്സ് ആക്ഷൻ, ആണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കണ്ണടക്കുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു ലൈറ്റ് വന്നു, ഓവറായിട്ടുള്ള ലൈറ്റ് വന്ന് നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും. അതെന്താണ്, അത് നമ്മളുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത്ര പ്രകാശം നമ്മുടെ കണ്ണിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കണ്ണ് ചിമ്മുക. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വല്ല ഫുഡ് ഐറ്റം കണ്ടാൽ നമുക്ക് ഇങ്ങനെ നാവിൽ വെള്ളമല്ലേ, അങ്ങനത്തെ സലൈവേഷൻ, അങ്ങനത്തെ സംഭവം, അതൊക്കെ കണ്ണ് ചിമ്മുക, സലൈവേഷൻ ഒക്കെ, അതൊക്കെ ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. അത് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ കണ്ണ് ചിമ്മുന്നത്, അത് തന്നെ അങ്ങനെ അടഞ്ഞു പോവുകയാണ്. അപ്പോൾ അതൊക്കെ റിഫ്ലക്സ് ആക്ഷനിൽ പെടുന്നതാണ്. ചൂടുള്ള വസ്തുക്കളെ തൊട്ടാൽ പെട്ടെന്ന് കൈവലിക്കുക, അതൊക്കെ സ്പൈനൽ റിഫ്ലക്സിന് എക്സാമ്പിളും. അതുപോലെ കണ്ണ് ചിമ്മുന്നത്, സലൈവേഷനൊക്കെ എന്താണ്, സെറിബ്രൽ റിഫ്ലക്സിനും എക്സാമ്പിളാണ്. റിഫ്ലക്സ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അനൈച്ഛികവും ആകസ്മികമായ പ്രതികരണങ്ങൾ. ഇനി ഇതിൽ ഫൈനലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു നാഡീവ്യവസ്ഥ, ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് നാഡീവ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചിരുന്നു, കേന്ദ്ര നാഡീവ്യവസ്ഥ അതുപോലെ പെരിഫറൽ നാഡീവ്യവസ്ഥ. ഈ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ബാഹ്യ നാഡീവ്യവസ്ഥ മറ്റൊരു പേരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, PNS അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു
പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോണോമസ് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് വേറെ ആർക്കും പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതായത് നമുക്ക് കുറേ ഇന്റേണൽ ഓർഗാൻസ് ഉണ്ട്, അവയുടെ പ്രവർത്തനമൊന്നും ഇപ്പോൾ നമ്മളല്ലല്ലോ നിയന്ത്രിക്കണം. അത്തരം ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു കൂട്ടം നെർവസ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അവിടെ ഹെൽപ്പ് ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. എക്സാമ്പിൾ എന്താ പറയുക? ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ദഹനം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളല്ല ഇതൊന്നും നിയന്ത്രിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരം ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം നാഡികളാണ് അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ. അവ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഇനി ഇതിനെ തന്നെ നമുക്ക് സ്വതന്ത്ര നാഡീവ്യവസ്ഥനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതേപോലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ രണ്ടിൻ്റെ ഫങ്ഷൻസും നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് പറയുക. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് അതറിയപ്പെടുക. അതായത് പെട്ടെന്ന് നമ്മൾക്ക് ഒരു അപകടം, അത്തരം അപകടം, അതുപോലെ നമ്മളുടെ ശരീരത്തിന് ക്ഷത ഏൽക്കുക, അത്തരം സന്ദർഭങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള, അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അതോ അതിന് രക്ഷപ്പെട്ട് ഓടണോ, എന്താ ചെയ്യേണ്ടതെന്നുള്ള അതൊക്കെ പെട്ടെന്നുള്ള തീരുമാനം വേണം. അതായത് ഇപ്പോൾ ഒരു പട്ടിയെ കണ്ടാൽ നമ്മൾ സ്വാഭാവികമായി നമുക്ക് ഓടാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ, ഓടരുതെന്ന് പറയുമെങ്കിലും അങ്ങനെയുള്ള അപകടങ്ങളോടുള്ള ഒരു പ്രതികരണത്തിന് ശരീരത്തെ സജ്ജാക്കുന്ന ആ ഒരു കൂട്ടം നാഡികളാണ് സിമ്പത്തറ്റിക് നെർവ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് സാധാരണ നമുക്ക് എന്താണ് അപകടങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും, അല്ലേ? അതായത് ആ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിനെ അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സജ്ജാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഹൃദയമെടുപ്പ് കൂടുന്നു. ഹൃദയമെടുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തയോട്ടം വർദ്ധിക്കും, അല്ലേ? അപ്പോൾ രക്തയോട്ടം വർദ്ധിക്കുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ, ഇപ്പോൾ ഓടൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താ എനർജി വേണം. അപ്പോൾ രക്തയോട്ടം അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഓക്സിജനൊക്കെ വേണം, അപ്പോൾ കൂടുതൽ വർദ്ധിക്കുന്നു. അവിടെ ഹൃദയമെടുപ്പ് കൂടും, രക്തയോട്ടം വർദ്ധിക്കുന്നു. അത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഭാഗം, സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് പാരാസിമ്പത്തറ്റിക്. അതെപ്പോഴാണ് ഫങ്ഷൻ ചെയ്യുക? ആ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഫങ്ഷൻ ചെയ്യുക എപ്പോഴാണ്? ശരീരം വിശ്രമിക്കുമ്പോൾ. ശരീരത്തിന് വിശ്രമിക്കാനും അതേപോലെ ഊർജം സംരക്ഷിക്കാനുമായിട്ടാണ് പാരാസിമ്പത്തറ്റിക് നെർവ്സ് വർക്ക് ചെയ്യുക. അപ്പോൾ സിമ്പത്തറ്റിക് നെർവ്സ് എപ്പോഴാണ്? അപകടം, അങ്ങനത്തെ ശരീരത്തിന് എന്തെങ്കിലും ഇതാവണ ആ ഒരു സിറ്റുവേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് നെർവ്സ്. പാരാസിമ്പത്തറ്റിക് നെർവ്സ് നേരെ തിരിച്ച് ശരീരം കാം ആൻഡ് കൂളായി ഇരിക്കുമ്പോൾ, ശരീരം വിശ്രമിക്കുക, അതേപോലെ ആ സമയത്ത് ഊർജം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നെർവ്സാണ് പാരാസിമ്പത്തറ്റിക് നെർവ്സ് എന്ന് പറയുന്നത്. അത് റെസ്റ്റ് ഓർ ഡൈജസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പത്തറ്റിക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്, പാരാസിമ്പത്തറ്റിക് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. അതായത് വിശ്രമിക്കുക, ഊർജം വേണമെങ്കിൽ നമുക്ക് ഡൈജഷൻ നടക്കണം, അപ്പോൾ ഊർജം സംരക്ഷിക്കുക. അപ്പോൾ ഈ പാരാസിമ്പത്തറ്റിക് നെർവ്സ് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. അപ്പോൾ ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിക്കും, അതുപോലെ ഹൃദയമെടുപ്പ് അവിടെ കുറവായിരിക്കും. കാരണം എന്താ? ശരീരം വിശ്രമിക്കുകയാണ്, ആ സമയത്ത് ഹൃദയമെടുപ്പ് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും എന്തോർത്ത് വെക്കുക? ഈ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്നുള്ള ആ ടേംസ് ഓർത്ത് വയ്ക്കുക. സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്താണ്, എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഹൃദയമെടുപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ദഹനം പോലുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ് ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. ഇത്രയാണ് നമുക്ക് നാഡീവ്യവസ്ഥ എന്നുള്ള പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് നാഡീകോശങ്ങൾ, അവയുടെ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ ബ്രെയിനിനെ പറ്റി പറഞ്ഞു, ബ്രെയിനിൻ്റെ പാർട്സ് പറഞ്ഞു, 5 പാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് സുഷ്മിനെ കുറിച്ച് പറഞ്ഞു, സ്പൈനൽ കോഡ് അവിടെ വരുന്നതാണ്, റിഫ്ലക്സ് ആക്ഷൻ വരുന്നത് പറഞ്ഞു, ഫൈനലായിട്ട് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു.
എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സംശയമൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, ചോദിക്കുക. ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിൽ ചോദിക്കുക, പെട്ടെന്ന് തന്നെ പഠിക്കുക. എല്ലാവർക്കും കൂട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.